Hey guys, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് പോക്കോ C3 നമ്മുടെ കയ്യിലുണ്ട്. സോ അവൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ബഡ്ജറ്റിൽ ഒരു 7,000 റുപ്പീസ് അല്ലെങ്കിൽ 8,000 റുപ്പീസ് ഒക്കെയാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ കൂടെ റിയൽമിയുടെ ഒരു മോഡലുണ്ട്, അതുകൂടാതെ റെഡ്മി 9 ഇതേ ഒരു സെയിം ബ്രാക്കറ്റിൽ വരുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വരുന്നത് ഇതിന് 3GB റാം ഉണ്ട്. പ്രൊസസ്സറും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊസസ്സറാണ്. കാണാനും നല്ല ലുക്കുള്ളൊരു ഫോണാണ്. ആകെ ഒരു കുറവ് പറയാനായിട്ട് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇല്ല. സാധാരണ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ വരുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് ഇതൊന്നും അൺബോക്സ് ചെയ്ത് നോക്കാം. ഭയങ്കര ഐക്യാച്ചി ആയിട്ടുള്ളൊരു എന്താ പറയേണ്ടത്, നല്ലൊരു യെല്ലോയിഷ് കളറിലുള്ള പാക്കിംഗ് ആണ് പോക്കോയുടെ. ബാക്കിയുള്ള X3യുടെ എല്ലാം പാക്കിംഗ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ MRP പറയുന്നുണ്ട്. MRP വന്നിട്ട് 9,999 പറയുന്നുണ്ട്. 10,000 ഓൺ ആൻ ആവറേജ് അതിൻ്റെ പ്രൈസ് പറയുന്നുണ്ട്. 13MB AI ട്രിപ്പിൾ ക്യാമറ പറയുന്നുണ്ട്. പിന്നെ മീഡിയ ടെക്കിൻ്റെ G35 എന്ന പ്രോസസ്സറാണ്. അത് 2.3 GHz വരുന്നുണ്ട്. ഒക്ടാകോർ പ്രോസസ്സറാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 6.53 ഇഞ്ച് വരുന്നുണ്ട്. ദെൻ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ഫോൺ. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് പറയുക, ഫങ്കി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. സാധാരണ ഞാൻ ബ്ലാക്കാണ് എല്ലാ രീതിയിലും പ്രിഫർ ചെയ്യാറുള്ളത്. പക്ഷേ എന്തെങ്കിലും ഈ ഒരു പ്രാവശ്യം ഒരു ചേഞ്ചിന് ബ്ലൂ കളർ ചൂസ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിച്ചു. എന്തെങ്കിലും ഇതിനായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും നിങ്ങളെ ഞാൻ കാണിക്കാം. അതിന് മുൻപ് ഫോൺ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു പേപ്പർ വർക്ക്സ് ആണെന്ന് തോന്നുന്നു. അതെ, പോക്കോയുടെ പേപ്പർ വർക്ക്സ് ആണ് വരുന്നത്. ദെൻ ഒരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. അതായത് MI ആണല്ലോ, MIയുടെ തന്നെ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട്. ഇതും MIയിൽ തന്നെ കാണുന്ന സെയിം ചാർജറാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു 10 വാട്ടിൻ്റെ ചാർജർ ആയിരിക്കും, 2 ആംപിയർ. അപ്പോൾ ഇനി മാറ്റിയിട്ട് നമുക്ക് ഫോണിലേക്ക് കിടക്കാം. വാവ്, ഇത് ശരിക്കും വളരെ ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. എൻഹാൻസ് ഇതിലൊരു എന്താ പറയണ, ബാക്കി ഇപ്പോൾ 10 അല്ലെങ്കിൽ 12, അതായത് ഒരു 12,000 ബഡ്ജറ്റിൽ വരുന്നൊരു ഫോൺ ഡിഫറൻസ് നമുക്ക് പറയാൻ ആ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒരു സൈഡിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തികച്ചും ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമായേനെ. ഇൻ ഹാൻഡ് ഫീൽ നല്ലൊരു പ്രോപ്പർ നല്ല സോൾഡ് ആയിട്ടുള്ളൊരു ഫീലാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി നമുക്ക് പ്ലാസ്റ്റിക്കായിട്ട് ഒരു എന്താ, എനിക്ക് ഒന്ന് വിശ്വസിക്കാൻ തന്നെ ഒരു പാടായിരുന്നു. കാരണം നല്ല മെറ്റാലിക് ഫിനിഷാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ബാക്ക് നമുക്ക് റിമൂവബിളൊന്നുമല്ല, എന്നാൽ പോലും ഭയങ്കര മെറ്റാലിക് ആയിട്ടാണ്. തട്ടി നോക്കിയാൽ പോലും ഇത് മെറ്റലാണോ പ്ലാസ്റ്റിക് ആണോ എന്ന് ഒരു ഡൗട്ട് തോന്നും. ഭയങ്കര ഫങ്കി ആയിട്ടുള്ള കളറാണ്. നമുക്ക് സാർ വാല്യൂ 1.6 വരുന്നുണ്ട്. ഹെഡും ബോഡിയും എല്ലാം ലിമിറ്റിനകത്താണ് നിൽക്കുന്നത് സാർ വാല്യൂസ്. എന്തെങ്കിലും നമുക്ക് ഈ സ്റ്റിക്കർ ഒന്ന് ഇളകി കളഞ്ഞേക്കാം. ബ്യൂട്ടിഫുൾ. സോ ഫാർ ഇങ്ങനെയാണ് ലുക്ക്. നമുക്ക് ഡ്രോപ്പ് നോച്ചിൽ വരുന്ന ഒരു ഇതാണ് വരുന്ന. അതൊക്കെ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം. യെസ്, പോക്കോ. MIUI 12 ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതിനകത്തോട്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ സിം ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളും, സെൻഡ് യൂസർ ഡേറ്റ, അത് ഞാൻ എന്തൊക്കെയാണ് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാണ്. അലോ സ്കാനിങ് ആപ്സ്, അതും ഞാൻ ഓഫ് ചെയ്യണം. ലൊക്കേഷൻ ഞാൻ ഓഫ് ചെയ്യാണ്. ഇതെല്ലാം ഗൂഗിൾ സർവീസിൻ്റെയാണ് കേട്ടോ. സാധാരണ പിന്നീട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അക്സെപ്റ്റ് ചെയ്യാറാണ് പതിവ്. ഇതെല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടാണ്. പേഴ്സണലൈസ്ഡ് ആഡ്സ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ്. പ്ലാൻസ് ഓഫ് MIയുടെ ആവശ്യമൊന്നുമില്ല. എക്സ്പീരിയൻസ് പ്രോഗ്രാം ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വേറെ എക്സ്ട്രാ ഒന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. എനിക്കൊന്നുമില്ല, ഈ ഫോണിൽ കുറച്ചും കൂടെ ഒരു ബ്ലൂയിഷ് ഷെയ്ഡിൽ തോന്നുന്നുണ്ടെങ്കിലും നല്ല ക്ലിയർ വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ സ്ക്രീനിൽ വരുന്നത്. ഈ ഫസ്റ്റ് സ്റ്റാർട്ടപ്പാണ്. ഇതിൽ 55% കറക്റ്റ് ഹാഫ് ബാറ്ററി ചാർജിലാണ് ഫോൺ വന്നിരിക്കുന്നത്. ആപ്സ് ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. യെസ്, ലോഡഡ് അപ്പ് ഫസ്റ്റ്. സോ ഗൈസ്, നമ്മുടെ ഫോൺ സ്റ്റാർട്ടപ്പ് ആയേക്കുവാണ്. വളരെ ബേസിക്സോടെ നമ്മുടെ MIUIയുടെ
ആ ഒരു ഇൻ്റർഫേസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഒരു Xiaomiയുടെ ഫോൺ യൂസ് ചെയ്തവർക്ക് ഇത് യൂസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരുന്നതല്ല, കാരണം സെയിം ഇൻ്റർഫേസ് തന്നെയാണ്. അതുകൂടാതെ കുറച്ച് ബ്രോഡ്വേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മെസ്സേജിങ് ആപ്പ് ലൈക്ക് സി എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ ആമസോൺ, ലിങ്ക്ഡിൻ, ഇതൊക്കെ MI ക്രെഡിറ്റ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ആൾറെഡി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ തൽക്കാലത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഫോൺ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റാർട്ടപ്പിൽ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാക്സിമം ആഡ്സ് ഒക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. എന്തൊക്കെയാലും ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ വരും ദിവസങ്ങളിൽ ഷുവറായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ഫസ്റ്റ് പേഴ്സൺ സൈനിങ് ഓഫ്. ബൈ.